ഹലോ മക്കളെ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ CUET രജിസ്ട്രേഷൻ എന്ത് ചെയ്തിട്ടുണ്ട്? സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മാർച്ച് 1, അതായത് ഇന്നാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളും എന്ത് ചെയ്യാം ഞാൻ അറിയിക്കാം. അതുവരെ നിങ്ങൾ ധൃതി പിടിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. മാർച്ച് 22-ാം തീയതി വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാനുള്ള അവസരമുണ്ട്? രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസരമുണ്ട്. 23-ാം തീയതിക്കുള്ള ഫീ പേയ്മെൻറ്റും കാര്യങ്ങളും ചെയ്താൽ മതി. അപ്പോൾ രജിസ്ട്രേഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികളെല്ലാം നാളെ കൃത്യം 10 മണിക്കുള്ളിൽ നമ്മുടെ വീഡിയോസ് എന്ത് ചെയ്യും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ തന്നെയായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത് അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങൾ എന്തൊക്കെ ചെയ്യണം, അതിലെന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം വീഡിയോ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് മാത്രം ഇതൊന്നും നിങ്ങൾക്ക് ഇനിയും 21 ദിവസം നിങ്ങൾക്ക് ഇനിയും സമയം എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ മുമ്പിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ധൃതി പിടിച്ച് ആരും രജിസ്ട്രേഷൻ ഒന്നും ചെയ്ത് നിങ്ങളുടെ ഇതൊന്നും തെറ്റിക്കാതിരിക്കുക. എന്താ ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ എല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാം നമ്മൾ അടുത്ത വീഡിയോയിൽ അറിയിക്കാം. ഓക്കെ, എന്തുകൊണ്ടെന്നാൽ നിങ്ങളിപ്പോൾ ഒരു മിസ്റ്റേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ അഡ്മിഷൻ എന്ത് ചെയ്യില്ല, നിങ്ങൾക്ക് ആ ഒരു അഡ്മിഷൻ ലഭിക്കാനുള്ള അവസരം നിങ്ങൾക്ക് എന്ത് ചെയ്യും നഷ്ടപ്പെടും. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചേ പറ്റൂ. എന്നാൽ അങ്ങനത്തെ ഈ ചെറിയ ചെറിയ കാര്യങ്ങളെന്ന് നിങ്ങൾ വിചാരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെയാണ് പല കുട്ടികളുടെയും പല യൂണിവേഴ്സിറ്റിയിലോട്ടുമുള്ള അഡ്മിഷൻസ് എന്ത് ചെയ്യുന്നത് നഷ്ടപ്പെടുന്നത്. അപ്പോൾ ഭാവിയിൽ നിങ്ങളുടെ രജിസ്ട്രേഷൻ എല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് നിങ്ങളുടെ എക്സാമും കഴിഞ്ഞ് നിങ്ങളുടെ സ്കോറും വന്നതിന് ശേഷം അവസാനം യൂണിവേഴ്സിറ്റി അവരുടെ ക്രൈറ്റീരിയകൾ എടുത്ത് നോക്കുമ്പോൾ, അഥവാ നിങ്ങൾക്ക് താല്പര്യമുള്ള യൂണിവേഴ്സിറ്റി നിങ്ങൾ സെലക്ട് ചെയ്ത് അതിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ അവരെന്ത് ചെയ്യും, ആ സമയത്ത് റിജക്റ്റ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അപ്പം നിങ്ങൾക്ക് കൃത്യമായിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഏതൊക്കെ ഡേറ്റ്സുകളാണ് നിങ്ങൾക്ക് വരുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യാം ഡീറ്റെയിൽഡ് ആയിട്ട് അറിയിക്കാം. അതേപോലെ നിങ്ങളുടെ എക്സാമിൻ്റെ ടെൻറ്റേറ്റീവ് ആയിട്ടുള്ള ഡേറ്റും വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ മെയ് 2nd വീക്ക് തൊട്ട് ജൂൺ 1st വീക്ക് വരെ ആയിരിക്കും എന്നാണ് എന്ത് ചെയ്യുന്നത്. ഇതിനുള്ളിൽ കണ്ടിന്യൂസ് ഇത്രയുമല്ല, ഇതിനുള്ളിലായിരിക്കും നിങ്ങളുടെ എക്സാം വരിക. അതേപോലെ തന്നെ നിങ്ങളുടെ എക്സാമിൻ്റെ മോഡെന്ന് പറയുന്നത് പെൻ ആൻഡ് പേപ്പർ മോഡ് അല്ല. കഴിഞ്ഞ പ്രാവശ്യം പെൻ ആൻഡ് പേപ്പർ മോഡും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഈ പ്രാവശ്യം പെൻ ആൻഡ് പേപ്പർ മോഡ് ഇല്ല. ആകെ നിങ്ങൾക്ക് എന്ത് മാത്രമേ ഉള്ളൂ, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് മാത്രമേ ഉള്ളൂ. അത് നിങ്ങൾക്കൊരു നല്ല കാര്യമാണ്. എന്തെന്നാൽ ഈ പേപ്പർ ലീക്ക് ആവുന്ന അങ്ങനത്തെ ഇഷ്യൂസൊക്കെ കഴിഞ്ഞ വർഷം കുറേ ഉണ്ടായിരുന്നില്ല NTAയുടെ ഭാഗത്തുനിന്ന്. അതൊന്നും നിങ്ങൾക്ക് എന്ത് ചെയ്തില്ല, ഈ വർഷം ഫേസ് ചെയ്യേണ്ടി വരത്തില്ല അങ്ങനെ ആക്കുകയാണെങ്കിൽ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്ത് കാര്യങ്ങളെല്ലാം നിങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം, അതിന് നമ്മുടെ വീഡിയോ തന്നെ കാണണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾ ഏത് ചാനലാണ് ഫോളോ ചെയ്യുന്നത് അവരെന്ത് ചെയ്യുക, അവരുടെ വീഡിയോസ് നിങ്ങൾ കണ്ട് മൊത്തം കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങളുടെ രജിസ്ട്രേഷനിലോട്ട് നിങ്ങൾ ഫോർവേഡ് ആവുക. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക. അതേപോലെ എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അത് ഇൻക്ലൂഡ് ചെയ്തിട്ട് അടുത്ത വീഡിയോയിൽ നമ്മൾ എന്ത് ചെയ്യാം നിങ്ങളോട്ട് എത്തിക്കാം. സോ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ ബൈ.